ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സുധിയെ കാണാത്ത ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ചന്ദ്രമതി. ചന്ദ്രമതി ടെൻഷനൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നാലും സുധി എവിടെ പോയി, എന്നോടൊന്നും പറഞ്ഞില്ല, ഒന്ന് വിളിച്ചു പോലും പറയാതെയല്ല അവൻ പോയത് എന്നൊക്കെ ചന്ദ്രമതി വിഷമത്തോടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി ഇത് കേൾക്കുന്ന സച്ചി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നമുക്ക് പത്രത്തിൽ പരസ്യം കൊടുക്കാം, അവിവാഹിതനും 3 PG ഉള്ള ആരോഗ്യമുള്ള ഒരു പുരുഷനെ പയ്യനെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പരസ്യം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, നീ അങ്ങനെ അവനെ കളിയാക്കണ്ട, നീ കാരണമാണ് സുധി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് നമ്മുടെ സച്ചിയോട് ചന്ദ്രമതി പറയുന്നുണ്ട്. സച്ചിക്ക് പൈസ വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് കാരണമാണ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട്, ഇവനെല്ലാം പ്ലാൻ ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവൻ എങ്ങനെയെങ്കിലും കല്യാണം എൻ്റെ തലയിലാക്കിക്കൊണ്ട് ആ പൈസ എടുത്തുകൊണ്ട് മുങ്ങുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അവൻ്റെ കയ്യിൽ തന്നെ കാണും വെച്ചാൽ ആ പൈസ അവൻ എവിടെയെങ്കിലും അത് ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മളുടെ ഇവിടുത്തെ അവസ്ഥ, ഈ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അവനെ ഇവിടെ വന്നതായിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ നോക്കിക്കേ, അവൻ കൃത്യമായിട്ട് അമ്മയുടെ മുന്നിൽ തന്നെ ആണല്ലോ ചെന്ന് പെട്ടത്. അമ്മയാണെങ്കിൽ അവനെ ഇവിടെ കയറ്റുകയും ചെയ്യും. അത് ആലോചിച്ച് തന്നെയല്ലേ അവനിതെല്ലാം ചെയ്തത്. അപ്പോൾ അവനെല്ലാം വെൽ പ്ലാൻഡായിട്ട് ചെയ്തതാണെന്ന് നമ്മുടെ സച്ചി അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എല്ലാം കേട്ടിരുന്നിട്ട് പറയുന്നുണ്ട്, സച്ചി, നമ്മളിപ്പോൾ ഒരാളെക്കുറിച്ച് അങ്ങനെയൊന്നും ഒരു തെളിവുകളില്ലെങ്കിൽ അങ്ങനെയൊന്നും ആലോചിക്കരുത്, അങ്ങനെ ചെയ്തതെന്ന് നമ്മൾ നിഗമനത്തിൽ എത്തിച്ചേരരുത്, സത്യങ്ങൾ എന്തുവാണെന്ന് അറിയാൻ ശ്രമിക്കണമെന്ന് സച്ചിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എല്ലാവർക്കും സംശയമുണ്ട് സച്ചി ഏത് പെണ്ണിൻ്റെ കൂടെയാണ് പോയതെന്നും ഈ പൈസ സച്ചിയുടെ കയ്യിൽ തന്നെ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ രേവതി ഇതെല്ലാം കേട്ടിട്ട്, രേവതിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലുണ്ടായിരുന്നു കേട്ടോ, രേവതി അമ്മയ്ക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ രേവതി അത് അമ്മയുടെ നേരെ ഇങ്ങനെ നീട്ടുമ്പോൾ, ഇന്ന് അമ്മയെ പാല് കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടുമ്പോൾ ചന്ദ്രമതി എണ്ണിച്ച് നിന്ന് ആ ഗ്ലാസ് തട്ടിത്തെറിപ്പിക്കുക കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണേ. അപ്പോൾ എല്ലാവർക്കും ആകെ ഒരു വിഷമമാകും, ടെൻഷനാകും, ഇതെന്തേ കാണിച്ചു എന്നുള്ളൊരു വല്ലാത്തൊരു അന്താളിപ്പിൽ അവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ, ഇത് എനിക്കിട്ടുള്ളൊരു താങ്ങാണ്, എന്നോടുള്ള ദേഷ്യമാണ് ഈ തീർത്തത് എന്ന് സച്ചി രേവതിയോട് പറയുന്നുണ്ട്. പക്ഷേ രേവതിക്ക് ആകെ വിഷമമായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചി അവിടുന്ന് ദേഷ്യം ചിന്നിച്ച് പോവുകയും ചന്ദ്രമതി അവിടെ നിന്ന് എണ്ണിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്തും ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ രേവതി വളരെ ദയനീയമായിട്ട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോളെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതേപോലെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.